കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റാൻ എന്താ വഴി? അല്ലെങ്കിൽ മിനിറ്റ് സെക്കൻഡ് വെച്ച് ഐഡിയാസ് കിട്ടുന്നതാ. ഒരാവശ്യം വന്നപ്പോ ഒരൊറ്റ എണ്ണം ഈ വഴി വരുന്നില്ല. അല്ലെങ്കിലും ആരായാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ കാല് വാടുന്നതാണല്ലോ ശീലം. അവളാണെങ്കിൽ ഒരു തവണ പോലും അതൊന്നും അഴിച്ചു വെക്കുന്നുമില്ല. ഫുൾ ടൈം അത് അതിന്റെ കയ്യിൽ തന്നെയുണ്ട്. പൊന്നുമക്കൾ ഐഡിയാസും തപ്പി ഇവിടെ ഇരുന്നോ? അവര് തിരിച്ചു പോവുകയാണെന്ന്. അതൊന്നും പറ്റില്ല. പിന്നെ നീ പറ്റില്ല എന്ന് പറഞ്ഞ ഇവിടെ സ്ഥിരതാമസാക്കാൻ പോവല്ലേ അവര്? ഒന്ന് പോയേടി. ആകെ പെട്ടല്ലോടാ. കണിയാനെ കണ്ട് പ്രശ്നം വെപ്പിക്കാൻ പറയണം. എനിക്കിപ്പോ തീരെ മോശം സമയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവോടെ ഉള്ളു. അട്ടം നോക്കി നിൽക്കാതെ ഒരു വഴി പറയടാ ദാസപ്പ. ഷൂട്ട് ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകണമെന്ന് നിർബന്ധാണോ? കുറച്ചുകൂടി നിന്നിട്ട് പോയാ പോരെ? അങ്കിൾ, ഡേറ്റ് കൊടുത്ത കുറച്ച് വർക്ക്സ് ഉണ്ട്, അത് ചെയ്തു തീർക്കണം. ഞങ്ങൾ ഇനിയും വരാം അങ്കിൾ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരല്ലേ. അതിനെന്താ, ഇവിടെ നിന്നും പോകാമല്ലോ. ഇനി ഈ വീട്ടിൽ നിൽക്കാനുള്ള മടികൊണ്ടാണോ? അതുകൊണ്ടാണല്ലോ തൊട്ടടുത്ത് മറ്റൊരു വില്ലയെടുത്ത് ആദ്യമേ നിങ്ങൾ താമസം മാറ്റിയത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് അങ്കിൾ. ഇനിയും നമ്മൾ മീറ്റ് ചെയ്യും, ഷുവർ. ഇനിയിപ്പോ നമ്മുടെ ഫിലിമിന്റെ പ്രൊമോഷൻ വർക്കും ചെയ്യാനുണ്ടല്ലോ. വി വിൽ ഡെഫിനറ്റ്ലി മീറ്റ് അഗൈൻ. അതെ, നിങ്ങളുടെ കൂടെ 2 ദിവസത്തെ അടുപ്പമേ എനിക്കുള്ളൂ. സ്റ്റിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ഓൾസോ എ മെമ്പർ ഓഫ് ദിസ് ഫാമിലി. യു ഗൈസ് ആർ സോ നൈസ്. അമ്മേ, എനിക്ക് പാല് വേണ്ട. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ പിന്നാലെ നടന്ന് പാലുടിപ്പിക്കാൻ? ദേ പാറു, മര്യാദയ്ക്ക് ഇത് വാങ്ങി കുടിച്ചോ. നിന്റെ ഡോക്ടർ വല്യമ്മ വന്നാ മിനിമം 2 ഗ്ലാസ് പാല് കുടിപ്പിക്കും. എനിക്ക് അല്പം അലിവ് തോന്നിയിട്ടാ അവള് പറഞ്ഞിട്ടും കേൾക്കാതെ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒതുക്കിയത്. അയ്യോ, അത് വേണ്ട, ഇങ്ങത്താ, ഞാൻ കുടിച്ചോളാം. എന്താണ് അമ്മയും മോളും കൂടെ ഒരു കശപ്പിശ? ഓ കീർത്തിയോ, ഇതെന്നും നടക്കുന്നത് തന്നെയാ കീർത്തി. പാല് കുടിക്കാൻ ഭയങ്കര മടിയാ. കുടിപ്പിച്ചിട്ടില്ലെങ്കിൽ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലത് കിട്ടും. പറഞ്ഞതുപോലെ ലക്ഷ്മി അമ്മയെ കണ്ടില്ലല്ലോ. എവിടെ? ഇന്ന് കണ്ടതേയില്ല. അവൾക്ക് പുലർച്ചെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു. ഏതോ ഒരു പേഷ്യന്റ് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയിരിക്കുക. വല്യമ്മല്ലാത്തോണ്ട് ഇന്ന് ഇതിന് ലീവായെന്ന് ഓർത്തിരിപ്പായിരുന്നു. അതും പോയി. പാർവതിക്ക് എന്താ മിൽക്കിനോട് പ്രോബ്ലം? കീർത്തി, തനിക്ക് അറിയാത്തോണ്ടാ. ദിവസവും എൻ്റെ പിന്നാലെ നടന്ന് പാൽ കുടിപ്പിക്കുന്നോണ്ട് എന്നെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കി കൊല്ലുക. പാലും കുപ്പിന്നും വിളിച്ചോണ്ട്. വല്യമ്മയുടെ വിചാരം ഞാൻ ഇപ്പോഴും കൊച്ചു കുഞ്ഞാണെന്നാ. രാവിലെയും രാത്രിയും കൂടെ ഒരു ദിവസം 4 ഗ്ലാസ് പാൽ എന്നെ കൊണ്ട് കുടിപ്പിക്കും. സത്യം പറഞ്ഞ എനിക്കിപ്പം പാല് കാണുന്നതേ പേടിയാ. അമ്മ ഇവളുടെ പിന്നാലെ നടക്കുന്നോണ്ട് ഞങ്ങൾ സേഫാ. ചെറിയമ്മയെ സോപ്പിട്ട് പതിപ്പിച്ച് ഞങ്ങൾ ഇതിന്നൊക്കെ അങ്ങ് ഒഴിയും. നിങ്ങളുടെ സോപ്പിൽ പറഞ്ഞിട്ടൊന്നും അല്ല, 2 മിൽക്ക് അലർജി ഉണ്ട്, അതുകൊണ്ടാ. യു ഗൈസ് ആർ അമേസിങ്. കുറച്ചുകൂടെ മുമ്പേ നിങ്ങളെയൊക്കെ പരിചയപ്പെടേണ്ടതായിരുന്നു. എനിവേ, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. നാളെ മോർണിംഗ് ഞങ്ങൾ തിരികെ പോകും. 3 പേരുടെയും ഡെസ്റ്റിനേഷൻ ഒന്ന് തന്നെ ആയതുകൊണ്ട് ഒരുമിച്ച് പോകാനാന്ന് വെച്ചു. ഇൻ കേസ് നിങ്ങൾ കാശ്മീർ വരുന്നുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. കാശ്മീരല്ലേ? ഞങ്ങൾ ഉറപ്പായും വരും. ബട്ട് കീർത്തി അവിടെ ഉണ്ടാവോ? യെസ്, എനിക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ തിരികെ പോകൂ. എങ്കിൽ ഞങ്ങൾ ഒരിക്കൽ വരും, തീർച്ച. ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നേ, കൂടെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ അറിയാതെ നീ എപ്പോ ഇതൊക്കെ പ്ലാൻ ചെയ്തു? മിണ്ടാതിരിയടി, പറഞ്ഞു കൊളാക്കല്ലേ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എവിടെ പോയി? ഓ ഹീറോ, നീ ഇത് ആടെ തപ്പി ഇറങ്ങിയതാ? ഹേയ്, ഏതായാലും നമ്മൾ പോവല്ലേ? എല്ലാരെയും കണ്ട് യാത്ര പറയാന്ന് വെച്ചു. ഓ ഓ ഓ ഓ, ശരി ശരി, നല്ലതാ. നീ തിരക്കുന്ന ആളെ
അവളുടെ റൂമിലുണ്ട്. പെട്ടെന്ന് പറഞ്ഞിട്ട് വന്നേരെ. ഓക്കെ. ചമ്മിപ്പോയി. എന്താ? നത്തിങ്. ഞങ്ങൾ പോവാ. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. താൻ പൊക്കോ. എന്നോട് എന്തിനാ പറയുന്നേ? ഞാൻ തൻ്റെ ആരാ? കള്ളക്കടലാമ. ഇടിയടി, ആദ്യം നീ എന്നെ മുഖം മൂടിയെന്ന് വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ കിഡ്നാപ്പർ, മാഫിയ, ആമ, കാട്ടുമുയലാമ, ഇപ്പോഴേ കടലാമ. തനിക്കെന്താ എൻ്റെ പേര് വിളിക്കാൻ അറിയില്ലേ? എൻ്റെ വായ എൻ്റെ നാക്ക്. ഞാൻ എനിക്ക് വേണ്ടത് വിളിക്കും. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. ആക്ച്വലി തൻ്റെ പ്രോബ്ലം എന്താ? എൻ്റെ അറിവിൽ നമ്മളുമായിട്ടൊരു പ്രശ്നവും ഇല്ല. സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് തന്നെ തീർത്തിട്ട് പിരിയാലോ. താൻ പറ. ഓ വേണ്ട, താൻ ആ കീർത്തിയുടെ കാർഡ് നോക്കിയാൽ മതി. ഇങ്ങോട്ട് പ്രശ്നം തീർക്കാൻ തൽക്കാലം വരണ്ട. കേട്ടോടാ കള്ളക്കടലാമേ. ഇതൊരു നടക്ക് പോകൂല. ഇവിടെ വാടി. എന്നെ വിടടോ, എന്നെ വിട്. വിടാം. മര്യാദക്ക് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്ന എന്നെ നീ അതിന് സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കല്ലേ? അപ്പൊ പിന്നെ ഇതേ ഉള്ളു വഴി. നിനക്കിപ്പോ എന്താ വേണ്ടത്? തൽക്കാലം ഒന്നും വേണ്ട. ആവശ്യമുള്ളപ്പോൾ ഞാൻ പറഞ്ഞോളാം. അന്നേരം തന്നേക്കണം. എന്ത്? താഴ്ന്നു പോയിക്കേ. ഡ്രാക്കുളയുടെ കുടുംബക്കാരനാണോ? എന്നെ കൈ കെട്ടിയ നെക്ക് കടിച്ചു മുറിക്കുന്നതാണല്ലോ തന്റെ ഹോബി. ആണെന്ന് കൂട്ടിക്കോ. ഇനി നിനക്ക് എന്നെ നേരത്തെ വിളിച്ച പോലുള്ള വല്ലവും വിളിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതൊന്നും ഓർത്താൽ മതി. അപ്പം ചേട്ടൻ പോട്ടെ മോളെ പാറു. ബൈ. ഡ്രാക്കുളാമ. അയ്യോ, ഇനി ഇതും കേട്ടോണ്ട് വന്ന കടിച്ചു മുറിക്കാൻ എന്റെ കഴുത്തിൽ ഒരു ഇഞ്ച് സ്ഥലവും കൂടി ബാക്കിയില്ല. ദേ പിള്ളേരെ, പോകുന്നതൊക്കെ കൊള്ളാം. അടങ്ങി നിന്നോണം. പോയ പോലെ തിരികെ വരെയും വേണം. ഓ ശരി. ഇതിനും ഭേദം ഞങ്ങളെ വിടാണ്ടിരിക്കുന്നതായിരുന്നു. ഇത് എപ്പോ തുടങ്ങിയതാ രണ്ടും? ഞങ്ങൾ ആദ്യമായിട്ടാണോ പുറത്തു പോകുന്നത്? ദാസപ്പ, വണ്ടി എടുക്കാൻ പറ. ഇനി കുറച്ച് സമയം കൂടെ ഇവരുടെ പാമ്പറിങ് കേട്ടോണ്ടിരുന്ന ഫ്ലൈറ്റ് മിസ്സാകും. എൻ്റെ ലക്ഷ്മി, അവര് പോയിക്കോട്ടെ. നിങ്ങൾ ചെല്ലും മക്കളെ. എയർപോർട്ടിൽ ഡ്രൈവറും ഉണ്ടാവും. സൂക്ഷിച്ചു പോയി വാ. ഓക്കെ. പോയിട്ട് വാ. പിന്നെ പാറുവിനെ പാലൊടിപ്പിക്കാൻ മറക്കരുത്. തിരികെ വന്നാലുടൻ ഞാൻ കാൽഷ്യം ചെക്ക് ചെയ്യും. അന്നേരം വേരിയേഷൻ വല്ലതും ഉണ്ടായാ പാൽ ഗ്ലാസിന്റെ എണ്ണ ഞാനങ്ങ് കൂട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ല എൻ്റെ വല്യമ്മേ, ഞാൻ കുടിച്ചോളാം. ശരി എന്നാ, ബൈ. ഈ കാഴ്ച കാണിക്കാനാണ് തിണ്ടി ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഒന്ന് ഫ്രഷ് ആയതുകൂടിയില്ല. അതിനിപ്പോ ഈ കാഴ്ചക്ക് എന്നതാ കുഴപ്പം? ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ കീർത്തിയെ വിളിച്ചു. അവളാ പറഞ്ഞത് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ. പക്ഷേ ആരോഗ്യം ഉള്ള കാര്യം അവൾ പറഞ്ഞിരുന്നില്ല കേട്ടോ. ഓ, ഇവരുടെ കെമിസ്ട്രി ഒന്നും പറയാനില്ലല്ലേ. അടിപൊളി അല്ലടി. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവർക്ക് റിയൽ ലൈഫിൽ ഒന്ന് കെട്ടിയാൽ മതി. അടിപൊളി ജോഡിയല്ലേ അവരുടെ കെമിസ്ട്രി. നിന്റെ ബയോളജി ഞാൻ കൊളവാക്കണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നോ. അല്ല പിന്നെ അല്ലേ, ഇതപ്പൊ നന്നായി. പശു പുല്ല് തിന്നുകയില്ല, പട്ടിയെ കൊണ്ട് തീറ്റിക്കുകയില്ല.
അല്ലടി നിനക്ക് എന്നതാ, അവര് കെട്ടോ കെട്ടാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ, നിനക്കിപ്പോ എന്താ? നീ അവന്റെ ആന്റി ഫാൻ അല്ലേ? എനിക്കൊന്നുമില്ല. ഞാൻ ചുമ്മാ ഒരു മനുഷ്യനെ കുറിച്ച് അപവാദം പറയണ്ടെന്ന് കരുതി പറഞ്ഞതാ. അത് ശരിയാ കാവ്യ, അല്ലേലും ഇവൾക്കെന്താ? പിന്നെ പാറു, ആരോപുറം ആരോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? എനിക്ക് തോന്നുന്നത് അത് കീർത്തി ആയിരിക്കുമെന്നാ. നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് ഒരു കപ്പിൾസിന്റെ പോലെയാ അല്ലേ? എനിക്കോ തോന്നിയിട്ടുണ്ട്. പാറു, നമ്മള് ചെല്ലുന്നു, ബ്രേസ്ലെറ്റ് അടിച്ച് മാറ്റുന്നു, ഉടനെ പോരുന്നു. മനസ്സിലായോ? അവിടെ എന്തെങ്കിലും കണ്ടാ നീ അതൊന്നും നോക്കണ്ട കേട്ടോ. ഇവര് പറയുന്ന പോലെ ആയിരിക്കോ? ഇനിയാ ആമ കീർത്തിയെങ്ങാനാണോ? ഓ, സമാധാനം പോയല്ലോ. ദാസപ്പ, നീ ഒന്ന് നോക്കിക്കേ, നമ്മുടെ ഐഡിയ ഏറ്റു. കുറെ കാലായി അവൾ ഈ ഒളിച്ചു കളി തുടങ്ങിയിട്ട്. ഈ കള്ളനും പോലീസും കളി ഇന്നത്തോടെ നമുക്ക് തീരുമാനാക്കണം. മോളെ പാറു, എന്താടി ആലോചിക്കുന്നേ? ഒന്നുമില്ല, നമുക്ക് പോവായിരുന്നു. ആ, പോകാം, വാ. ദേ അവര് വരുന്നുണ്ട്. നോക്കി കയറി വാ. ദേ എന്റെ കൈ പിടിച്ചോ, വീടല്ലേ. എന്താ, അവൾക്ക് ഒറ്റയ്ക്ക് കയറാൻ അറിയില്ലേ? ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് തന്നെ വേണോ? എനിക്കിതൊക്കെ കണ്ടിട്ട് തടിച്ച് കയറുന്നു കേട്ടോ. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം, നിനക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ പോവാ. ഹലോ ഗായ്സ്, ഒരുപാട് നേരം വെയിറ്റ് ചെയ്തോ? ഐ ആം സോറി, കുറച്ച് ബിസി ആയിപ്പോയി. അല്ല, ആ പോയത് പാർവതി അല്ലേ? ഇറ്റ്സ് ഓക്കെ കീർത്തി, നോ പ്രോബ്ലം. പാറു ഒരുപാട് ടയേർഡാ, അതുകൊണ്ട് അവളോട് കാറിലിരിക്കാൻ പറഞ്ഞു. ഞങ്ങളെന്തായാലും നിങ്ങളെന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നതാ. ഡ്രൈവറുണ്ട്, ഗസ്റ്റ് ഹൗസിൽ എല്ലാം ക്ലീനാ. അപ്പോൾ എന്നാ ശരി, പിന്നീടൊക്കെ കാണാം. തൽക്കാലം നിങ്ങൾ എവിടെയും പോകണ്ട. ഇനി നാട്ടിലേക്ക് മടങ്ങുന്നത് വരെ ഞങ്ങളുടെ കൂടെ കൂടാം. അങ്കിളിനോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം, നിങ്ങൾ വാ. അയ്യോ, അത് ഒന്നും പറയണ്ട, എല്ലാം ഞങ്ങൾ മുമ്പേ തീരുമാനിച്ചതാ. നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എല്ലാം റെഡിയാക്കി. ദാദി അവിടെ വെയിറ്റിംഗിലാ, വാ പോവാം. എന്റെ അമ്മോ, എന്ത് വലിയ വീടാ. ഇവിടെ ഇങ്ങേര് ഇവള് ഒറ്റക്കാണോ താമസം? മിണ്ടാതിരീടി. നിനക്ക് അവരോട് കുശുമ്പാണെന്ന് ഞങ്ങൾക്ക് മുമ്പേ മനസ്സിലായതാ. അതിനി അവരെ കുറെ അറിയിക്കണ്ട, മനസ്സിലായ? हेलो दादी, बस अभी आए. हमारे साथ कुछ फ्रेंड्स भी है. हाँ, वही केरला वाले. आप खाने पीने का इंतजाम कर लेना. ठीक है, देखती हूँ. എടി, താദിന്ന് ഉറപ്പായിട്ടും കല്യാണക്കാരെ എടുത്തിടാൻ ചാൻസ് ഉണ്ട്. നീ ഒന്ന് മാനേജ് ചെയ്തേക്കണേ പ്ലീസ്. ആ, ശരി ശരി. ബട്ട് ഇത് ലാസ്റ്റാ. ഇനി നിനക്ക് പിടി തരേണ്ടി വരും. ഓക്കെ? എത്ര കാലം വെച്ചാ ഞാനിങ്ങനെ കാത്തിരിക്കുന്നേ. ആരവ്, തൂ കുച്ച് മത് ബോൾന. എത്ര കാലമായി ഞാൻ നിന്നോട് ഇതന്നെ പറയുന്നു. ഇനി എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. शादी करना ही पड़ेगा तुम्हें. लड़की को तुम पसंद भी कर लिया है ना, तो फिर किस चीज के इंतजार है? शादी कर लो और निकलो. അല്ലാതെ ഇനി നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ദാദി പറഞ്ഞത് തന്നെയാ ശരി. ആരവിന് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് പെട്ടെന്ന് നടത്തുന്നതല്ലേ നല്ലത്. ദാദിക്ക് സന്തോഷാവുമല്ലോ. വെറുതെ എന്തിനാ ദാദിയെ വിഷമിപ്പിക്കുന്നേ? കീർത്തി, തനിക്ക് ഹിന്ദിയൊക്കെ അറിയാവോ? ദാദി മുക്കാൽ ഭാഗവും ഹിന്ദിയിലാണല്ലോ സംസാരിച്ചത്. എന്നോട് തനിക്കത് മനസ്സിലായല്ലോ. ആ, നല്ല ചോദ്യ. ഇവളെ ഒരു ഹിന്ദി മുൻഷിയായിരുന്നു, അറിയോ നിനക്ക്? ഇവക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഹിന്ദി. മാത്രമല്ല അതിനൊരു കാരണമുണ്ട്. അതിപ്പോ പറയണോ പാറു? ദാസപ്പ, മിണ്ടായിരി. ഇന്നിനി ആരും എവിടേക്കും പോണ്ട. എല്ലാരും ചെന്ന് റെസ്റ്റ് എടുത്തോ. നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം. ശരി ദാദി, ഗുഡ് നൈറ്റ്. ദാദി എന്ത് പണിയാ കാണിച്ചേ? അവൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? അവൾ എന്ത് വിചാരിക്കാൻ?
നീ ആ മോളോട് ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് നിങ്ങൾ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. ചുമ്മാ അതിനെ ഇട്ട് വിഷമിപ്പാക്കാതെ പ്രപ്പോസ് ചെയ്യാൻ നോക്ക്. എൻ്റെ ദാദി, അതിനാ മുതലിന് എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഞാനെല്ലാം ദാദിയോട് പറഞ്ഞതല്ലേ. ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ ഏറ്റവും വലിയ ആൻറ്റി ഫാനാ ആ പോയത്. वो सब तो पहले की बात है. अब वो तुम्हें बहुत प्यार करती है. उसकी आंखों में तुम्हारे लिए प्यार साफ साफ नजर आते हैं. അതെ, എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരവ്, നീ അങ്ങോട്ട് ചെല്ല്. ഇവിടുത്തതൊക്കെ കേട്ടിട്ട് ആള് കുറച്ച് കലിപ്പിലാന്ന് തോന്നുന്നു. മിക്കവാറും എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരിക്കും. നീ ചെന്ന് അവിടെ ഒന്ന് തണുപ്പിക്കേ. ഇവർക്ക് ഞാനെല്ലാം പറഞ്ഞു കൊടുത്തോളാം. അല്ല കീർത്തി, അപ്പോ ആരവിന് പാറുവിനെ ഇഷ്ടമാണെന്നാണോ നിങ്ങൾ പറഞ്ഞിരുന്നേ? യെസ്, അതാണ് സത്യം. ആരവിനെ അവൾ ആദ്യം കണ്ടപ്പോൾ മുതലേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പ്രതീക്ഷിക്കാതെയാ അവൾ ആൻറ്റി ഫാൻ ആണെന്നും അവന് ഒരുപാട് ദേഷ്യമാണെന്നൊക്കെ അവൻ അറിയുന്നത്. പാവം തകർന്നു പോയി. എന്നെ വിളിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു അവരുടെ ഫസ്റ്റ് മീറ്റിങ്ങും അവർ തമ്മിലുണ്ടായ വഴക്കും എല്ലാം. പക്ഷേ പിന്നീട് എപ്പോഴോ അവളുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടെന്നും അവളെ അവന് ഇഷ്ടമാണെന്നൊക്കെ അവന് തോന്നിയെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ കീർത്തി, നാട്ടിൽ വെച്ച് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതോ? താൻ തന്നെയല്ലേ പറഞ്ഞത് അവന് എന്നെ ഇഷ്ടമാണെന്നൊക്കെ? അതെ, അതും ശരിയാണ്. ഹി ലവ്സ് മീ. ബട്ട് അത് നിങ്ങൾ വിചാരിക്കും പോലെയല്ല. പിന്നെ യു നോ സംതിങ്, ആർക്കും അറിയാത്ത മറ്റൊരു റിലേഷൻ കൂടി ഞങ്ങൾ തമ്മിലുണ്ട്. ഐ ആം കീർത്തി മെഹ്ത, ആരവ് മെഹ്തയുടെ ഒരേ ഒരു സിസ്റ്റർ. അത് കളിച്ചു ഇടൂ. ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ താൻ തെറ്റിദ്ധരിക്കരുത്. എന്താണെന്ന് വെച്ചാ, ഞങ്ങളിങ്ങോട്ട് വന്നത് തന്നെ നിന്റെ കയ്യിലെ ബ്രേസ്ലെറ്റിന് വേണ്ടിയാ. ഈ ബ്രേസ്ലെറ്റോ? ഇതെന്തിനാ നിങ്ങൾക്ക്? അത് പിന്നെ ഞങ്ങൾ പറഞ്ഞു തരാം, പക്ഷേ താനൊന്നും വിചാരിക്കരുത്. എന്താന്ന് വെച്ചാ, ഈ ബ്രേസ്ലെറ്റ് ആരോന് വേണ്ടി പാറു ഡിസൈൻ ചെയ്ത് കൊടുത്തതാ. ഞങ്ങൾ പറഞ്ഞില്ലേ അവൾക്ക് ഒരുപാട് ഹിന്ദി ഇഷ്ടമാണെന്ന്. അതിന് കാരണം ആരവാ. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് ആരവ് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ? ഡാൻസ് ഇന്ത്യ. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് KPD കമ്പനീസ് ആയിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു ഫൈനലിന്. അന്നാൾ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നതാ ഈ ബ്രേസ്ലെറ്റ്. അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അവള് സ്വന്തം ഡിസൈൻ ചെയ്തതാ അത്. അന്ന് പക്ഷേ സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് കൊടുത്തു വരാനേ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് അവന് ഫിലിമിൽ ഒരുപാട് സ്റ്റാറൊക്കെ ആയപ്പോൾ കൂടെ തന്നെ ഒരുപാട് ഗോസിപ്സും വരാൻ തുടങ്ങി. അതൊന്നും അവൾക്കത്ര ഇഷ്ടമായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് തോന്നിയ ഫസ്റ്റ് ക്രഷ്, ഫസ്റ്റ് ലവ് അത് ആരവായിരുന്നു. അവൻ നോർത്ത് ഇന്ത്യൻ ആണെന്ന ഒറ്റ കാരണം കൊണ്ട് അവൾ അവന് വേണ്ടി ഹിന്ദി എല്ലാം പഠിച്ചു. ഓ, അതിനിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടായിരുന്നോ? എന്നാ പാർവതിയോട് ഒന്ന് ശ്വാസം വിടാൻ പറഞ്ഞേക്ക്. അവള് കൊടുത്ത ബ്രേസ്ലെറ്റ് അല്ല എൻ്റെ കൈ കിടക്കുന്നത്. അതിപ്പോഴും ആരവിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. വാട്ട്? താനെന്താ പറഞ്ഞു വരുന്നത്? അതോ, ഇതെനിക്ക് അവൻ ഗിഫ്റ്റ് തന്നത് തന്നെയാ. പക്ഷേ ഇത് പാർവതി അവന് കൊടുത്തതല്ല. എന്താന്ന് വെച്ചാ, അന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് പിന്നാലെ നടന്ന് ചോദിച്ചെങ്കിലും അവൻ തന്നില്ല. പിന്നീട് എൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടി അതുപോലെ ഒന്ന് പണി കഴിപ്പിച്ച് തന്നതാ. അതാ ഇത്. നോക്കട്ടെ. എടാ ശരിയാ, ഇതിന്റെ ബേക്കിൽ പാർവതി പറഞ്ഞ അവളുടെ വാട്ടർമാർക്ക് ഇല്ല. വാട്ടർമാർക്കോ? അതേന്നേ, അന്ന് അവൾ നിന്റെ കയ്യിൽ ഇത് കണ്ടപ്പോൾ ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നു. കാരണം അവളുടെ വിചാരം അവൻ അത് നിനക്ക് തന്നെന്നാ. അവൾ അതിന്റെ ബാക്കിൽ PAM എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. PAM? അതെന്താ? അതെന്താന്ന് അവക്കേ അറിയൂ. ഹേയ്, വെയിറ്റ്. PAM, I think, which means പാർവതി ആരവ് മെഹ്ത, right? അതെ, അത് തന്നെയാ സംഭവം. ഛേ, നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. ആ, അതെങ്ങനെ? തലയിൽ ആൾതാമസം വേണം, അതില്ലല്ലോ. ആഹാ,
ഞാൻ മാത്രല്ല, നിനക്കും അങ്ങനെ തന്നെയാ. നിനക്കും ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? ഓ, അങ്ങക്ക് കെട്ടണം പോലും. അങ്ങോട്ട് ഞാൻ പോഷണം നൽകി കൊല്ലും. ഒരു കീർത്തി. അങ്ങേർക്കെന്താ എന്നെ കാണുന്നില്ലേ? ഞാനല്ലേ അവളെക്കാളും സുന്ദരി. ഓ ദൈവമേ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അങ്ങയുടെ ഒരു ഒട്ടലും ചിരിയും സംസാരം. ഓ, ബാക്കിയുള്ളവരാരും മുമ്പിലില്ലാത്ത പോലെയാ പെരുമാറ്റം. എന്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്യണ്ടേ അങ്ങനെ? ഹോയ് മാഡം, എന്താണ് ഒറ്റയ്ക്കൊരു സംസാരം? എന്താ ഈ തല മുഴുവൻ ഇങ്ങനെ പുകച്ചിട്ട് ആലോചിക്കുന്നേ? ഓ വന്നോ? കൂട്ടായിട്ടൊന്നുമില്ല. തന്റെ കല്യാണം എങ്ങനെ പൊടി പൊടിയാക്കാന്ന് ആലോചിക്കായിരുന്നു. ആണോ? ഞാനും അതെ. തന്നോട് അക്കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഞാനിപ്പോ വന്നത്. എന്നാ താൻ പറ, താൻ ഇത്രയും നേരം ആലോചിച്ചപ്പോ എന്തെങ്കിലും കിടുക്കൻ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്നാ പറ. ആടാ, തനിക്ക് ഞാൻ പറഞ്ഞുതരാം. മിണ്ടാതെ പൊക്കയോടുന്ന്. അവന്റെ കല്യാണം തനിക്ക് അവളെ കെട്ടണമല്ലേ? കെട്ടിക്കാം, നന്നായിട്ട് കെട്ടിച്ചേരാം. അതെ പാർവതി, താൻ പോവാണോ? എടോ, ഐഡിയ പറ, എന്നിട്ട് പോയിക്കോ. പാർവതി ചലസടിച്ചു. ഇതിൽ പിടിച്ച് കേറിക്കോ മോനെ ആരവ്. കീർത്തി, ഫുഡ് വേസ്റ്റ് ചെയ്യല്ലേ. ഡേ, ഇതൊരു കഴിക്ക്. ഷൂട്ട് തുടങ്ങിയ പിന്നെ ഫുഡൊന്നും ക്രമത്തിനാവില്ല. ഇപ്പോഴേ നല്ലോണം കഴിച്ചോ. മതി ആരാ, എനിക്ക് മതി. എന്നാ ഇതൂടെ കുടിക്ക്, എന്നിട്ട് മതിയാക്കാം. ഗുഡ് ഗേൾ. ഓ, ഊട്ടുന്നു ഉണ്ണുന്നു. കാണിച്ചു തരാം ഞാൻ. ആരവ്, ഇത് കൊള്ളാലോ. ഇത് ഞാൻ എടുക്കട്ടെ? ആ എടുത്തോ. അപ്പൊ ഇനി ഞാനെന്ത് കഴിക്കും? ആഹാ, ശരിയാക്കി തരാടാ. ഇതെന്നെ പറ്റിയ അവസരം. എക്സ്ക്യൂസ് മീ. എന്നാ എല്ലാരും കുടിച്ചോ. സ്മൂത്തിയോ? ഓ താങ്ക് യു പാർവതി, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കറിയില്ലല്ലോ, പാർവതി നന്നായിട്ട് കുക്ക് ചെയ്യും. അവളുടെ കോഫിയും പുഡിങ്ങും സ്നാക്സും സ്വീറ്റ്സും എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. സോ സ്വീറ്റ് ഓഫ് യു. താങ്ക് യു. വാവ്, അടിപൊളി. എന്ത് ടേസ്റ്റ് ആ ഇതിനൊക്കെ. ഇവളെന്താ എന്നെ ഒരുമാതിരി നോട്ടം നോക്കുന്നേ? കുടിക്കണോ? അന്നത്തെ ചായ പോലെ ആകുമോ? ഏയ്, ഇവരെല്ലാം നന്നായിട്ട് ആസ്വദിച്ച് കുടിക്കുന്നുണ്ടല്ലോ. കഴിച്ചേക്കാം. ദൈവമേ, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവൾ എനിക്ക് മാത്രം പണി തന്നതാ. നീ എന്റെ മുമ്പിൽ വെച്ചിട്ട് അവളോട് കൊഞ്ചുമല്ലേ? കുടിക്കടാ. അതെ കീർത്തി, നിന്റെ സ്മൂത്തി ഓക്കെ ആണോ? എനിക്കെന്തോ ഇത് കഴിക്കാൻ പറ്റുന്നില്ല. ആ ഓക്കെ ആണല്ലോ. എന്ത് ടേസ്റ്റ് ഉണ്ടറിയോ? അപ്പോ അവൾ എനിക്കിട്ട് പണിഞ്ഞതാ. അതെ പൊന്നു മോനെ ചേട്ടാ, നീ ഇനിയും അവളെ ഇട്ട് വട്ടം കളിപ്പിച്ച ഇപ്പോ സ്മൂത്തിയിലും ചായയിലൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഇട്ട് തന്നിട്ടേ ഉള്ളൂ. ഇനി അങ്ങനെ ആവില്ല. അവൾ നിനക്ക് മിക്കവാറും സൈനൈഡ് കലക്കി തരും. അതിനു മുമ്പേ തുറന്നങ്ങ് പറഞ്ഞേക്ക്. ശരിയാ ആരേട്ടാ, അവളെ അധികം ഇട്ട് കളിപ്പിച്ച തടി കേടാവും. ആരവേട്ടന്റെ മാത്രമല്ല ഞങ്ങളുടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമ്മതിച്ചേക്ക്. അയ്യോ, കോംപ്രമൈസിന് പോകുമ്പോ ആ ബ്രേസ്ലെറ്റ് ഇല്ലേ കീർത്തിയുടെ കയ്യിലിട്ട് കൊടുത്തേ, അതിന്റെ ഒറിജിനൽ അളിയന്റെ കയ്യിലില്ലേ, അതുകൂടെ കൊണ്ടുവയ്ക്കോ. അവളാ അതിന്റെ യഥാർത്ഥ ഉടമ. ഓ ഗോഡ്, ഇതിനിടക്ക് അങ്ങനെ ഒരു നൂലാമാല കൂടി ഉണ്ടോ? ഇവൻ ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുന്ന ഈ ഫിലിം റിലീസ് ആകുമ്പോഴേക്ക് മിക്കവാറും പാർവതി എന്നെ കുഴിയിലേക്ക് എടുക്കും. കണ്ടില്ലേ ഞാൻ ഇവന്റെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ അവളുടെ മുഖഭാവം. ഞാൻ തന്നെ പേടിച്ചു പോയി. ആരവേ, നീ അവളെ കൺവിൻസ് ചെയ്യുമ്പോ നമ്മുടെ കാര്യം കൂടി പറയണം. ഞാൻ നിന്റെ സിസ്റ്റർ ആണെന്ന് പ്രത്യേകം പറയണം കേട്ടോ. ഓ തമ്പുരാട്ടി, പറഞ്ഞോളാം. പാറുക്കുട്ടി, വൈഷ്ണവേട്ട, വൈഷ്ണവേട്ട എപ്പോ എത്തി? ചേച്ചി എവിടെ? ഓ നിനക്കിപ്പോ ചേച്ചിയും മതിയല്ലോ, നമ്മളേതിപ്പോ വേണ്ടാതായി.
ഇങ്ങനെ പറയില്ലേ വൈഷ്ണവേട്ടാ. എന്റെ ചേച്ചി എവിടെ? ഞാനിവിടെ ഉണ്ടടി. ചേച്ചി എത്ര ദിവസമായി കണ്ടിട്ട്. ഒന്ന് പോടി അവിടുന്ന്. കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ അവിടെ നിന്ന് പോകുന്നത്. എന്നാലും ഐ മിസ്ഡ് യു സോ മച്ച്. മീ ടു സ്വീറ്റ് ഹാർട്ട്. ഓ, പൊന്നുമോളെ കിട്ടിയപ്പോ ഞങ്ങളൊക്കെ പുറത്തായല്ലേ അല്ലേടാ ആരവ്? ആ അങ്ങനെ തന്നെയാ ഏറെക്കുറെ ഇവിടുത്തെ സ്ഥിതി. ദാദിയും കീർത്തിയും ഇവര് 3 പേരും വന്നതിന് ശേഷം എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കീർത്തി നിനക്ക് അറിയാലോ, എൻ്റെ പുറകിൽ നിന്ന് മാറില്ല. അവളെ ഇപ്പോൾ മഷിയിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. അല്ലാണ്ട് പിന്നെ ഇത്രയും കാലം നിന്റെ ഈ മരമോന്തയല്ലേ കണ്ടോണ്ടിരുന്നേ. ഇനി ഒന്ന് മാറ്റി പിടിക്കട്ടെ. ഡി എത്ര ആരാധകരുള്ള ഫേസാണ് എൻ്റെ എന്ന് നിനക്കറിയോ? ആ എൻ്റെ ഫേസ് നോക്കി മരമോന്താണോ? ജീവിച്ചു കഴിഞ്ഞെങ്കിൽ മിസ് പാർവതി ഒന്നിങ്ങോട്ട് വന്നേ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. എന്ത്? ഒന്ന് പോടോ, ഞാൻ വരില്ല. ആ ഇങ്ങോട്ട് വാടി. എന്നെ വിട്. എന്നെ വിടടോ. ആമേ, താനെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതോ, നിനക്ക് നമ്മുടെ മുറിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ. നമ്മുടെ മുറിയോ? ഇത് തന്റെ മുറിയല്ലേ. തന്റെ മുറി എങ്ങനെ എന്റേതാവുന്നേ? അത് അധികം വൈകാതെ നമ്മൾ കല്യാണം കഴിക്കുമല്ലോ, അപ്പൊ പിന്നെ എൻ്റെ മുറി തൻ്റെ കൂടിയല്ലേ. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുമല്ലേ? അത് താനങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് സമ്മതമല്ല. ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. തനിക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ശരി, തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഏതായാലും കീർത്തിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, അവക്ക് തന്നെ കൊടുത്തേക്കാം. ഓ, എന്ത് പറഞ്ഞാലും ഒരു കീർത്തി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ ഉടനെ താനങ്ങ് സമ്മതിക്കോ? അങ്ങനെ ഇപ്പോ ഞാൻ ഇവിടെ നിൽക്കുമ്പോ നീ വേറൊരുത്തേക്ക് കെട്ടണ്ട. അയ്യടാ, 1 മിനിറ്റ് മുമ്പല്ലേ നീ പറഞ്ഞത് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന്. പിന്നെന്താ, ഞാൻ ഏതായാലും കീർത്തിയെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു. അല്ലെങ്കിലും അവളെ പോലെ ക്യൂട്ടായൊരു പെൺകൊച്ചിനെ ആരെങ്കിലും വേണ്ടാന്ന് പറയോ? താൻ കേട്ടോടോ, താൻ കീർത്തി കേട്ടോ പറയടോ. അല്ല പാർവതി, താൻ ചൂടാവാതെ ഞാനൊന്ന് പറയട്ടെ. എന്ത് പറഞ്ഞാലും കീർത്തി വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ അവളുടെ പിന്നാലെ ഒളിപ്പിച്ചോടുള്ള നടത്തം. നിർത്തിക്കോ, ഇതോടെ എല്ലാം നിർത്തിക്കോ. അയ്യോ പാറു, ഞാനൊന്ന് പറയട്ടെ. നീ വിചാരിക്കുമ്പോഴും നല്ല കാര്യങ്ങൾ. എനിക്കെല്ലാം അറിയാം. തന്റെ എത്ര വലിയ ദിവ്യ പ്രേമമാണെങ്കിലും എല്ലാം വേണ്ടാന്ന് വെച്ചോ. നിന്നെ കൊണ്ട് ഞാൻ പോവും. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് രാവും പകലും ഇല്ലാതെ ഞാൻ ആ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയത്. എന്നിട്ടോ അത് വാങ്ങിപ്പോയിട്ട് എന്നോടൊരു താങ്ക്സ് പോലും പറഞ്ഞില്ല. അത് നേരെ കൊണ്ട് അവക്ക് കൊടുത്തേക്കുന്നു. എന്റെ കയ്യിലുണ്ടല്ലോ, നിന്നെ കിട്ടിയിരുന്നെങ്കിൽ നിന്നെ തവിട് പൊടിയാക്കിയാനെ. അന്ന് ഷൂട്ടിംഗ് സെറ്റ് ആയതുകൊണ്ടാ ഞാൻ ക്ഷമിച്ചു നിന്നത്. മര്യാദക്ക് അതെനിക്ക് മേടിച്ചു തന്നു. അതെന്റെയാ, അതെനിക്ക് വേണം. അതെങ്ങനെ ശരിയാവും? അത് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കത് വേണം, എനിക്കത് വേണം. That's it. മിസ് പാർവതി, താനൊന്ന് അടങ്ങ്. അവളുടെ കയ്യിൽ നിന്ന് അത് ഊരി മേടിച്ചു തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ തൽക്കാലം താൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ. എന്തായത്? തുറന്നു നോക്ക്. എനിക്ക് വേണ്ട. തുറക്കടോ. ഇത് കീർത്തിയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് അല്ലേ? അല്ലല്ലോ, ഇതാണ് നീ എനിക്ക് ഗിഫ്റ്റ് തന്ന ബ്രേസ്ലെറ്റ്. ശരിക്കും? ആ ശരിയാ, എന്റെ വാട്ടർ മാർക്ക് ഇതിലുണ്ട്. ആ, ചോദിക്കുമെന്ന് വെച്ചു. എന്താ ഇതിനർത്ഥം? അത് പിന്നെ പാർവതി ആരവ് മെഹ്ത. ഓ, അപ്പോഴേക്ക് നീ എന്നെ അങ്ങ് സ്വന്തമാക്കിയോ? ആട്ടെ, എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ട്? അത് പിന്നെ ഡാൻസ് കണ്ടിട്ട് ഞാൻ ഹിന്ദി പഠിച്ചിട്ട് അത് പിന്നെ. മതി ബബ്ബ അടിക്കണ്ട, ഞാനെല്ലാം അറിഞ്ഞു. എന്താ, ഞാനൊരു ബോയ് അല്ലേ? പിന്നെ നീ എന്തിനാ എനിക്ക് ഗേൾസിന്റെ മോഡൽ ഡിസൈൻ ചെയ്ത് തന്നത്?
അത് പിന്നെ തന്നെ കൊണ്ട് എന്റെ കയ്യിൽ കെട്ടിക്കാൻ വേണ്ടി ഞാൻ ഓ സമ്മതിച്ചിരിക്കുന്നു മോളെ നിന്നെ. അപാര ബുദ്ധി തന്നെ. വെയില് കൊള്ളല്ലേ. പോർന്ന് കളിയാക്കാതെ. പാർവതി, ഐ എം സോറി. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. എന്നോട് ക്ഷമിക്കേ. പ്രണയിക്കുന്ന പെണ്ണിനോട് ഇങ്ങനെയാണോ സോറി പറയുന്നേ? കൊള്ളടാ നീ. നീയൊക്കെ എങ്ങനെയാ ഒരു ഹീറോ ആയത്? ഇവിടെ വാടാ. ഹേ ഭഗവാൻ, ഈ പെണ്ണ് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. ഇവള് ഇത്ര ഫാസ്റ്റോ? അതാണ് പാർവതി. വർഷം കുറയായേ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. പെട്ടെന്ന് കൈ കിട്ടിയപ്പോ കുറച്ച് ആക്രാന്തം മൂത്തതാണെന്ന് വിചാരിച്ചാ മതി. കാഴ്ച കണ്ടു നിന്നത് മതി. കുറച്ചുകൂടി താമസിച്ചാ അവൾ നമുക്ക് ചീത്തപ്പേരുണ്ടാക്കും. വാ വാ. അതെ, അളിയനും പെങ്ങളും ഒന്നും മതിയാക്കുവോ? രണ്ടാളും സെറ്റായില്ലേ? മതി മതി. ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. കീർത്തി, ഐ എം സോറി. നീ ആരവിന്റെ സിസ്റ്റർ ആണെന്ന് അറിയാതെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓക്കെ ഭാബി, എനിക്ക് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ മിസ്സസ് പാർവതി മെഹത്തയാവാൻ റെഡിയല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഞാൻ എപ്പോഴേ റെഡി. Then let's go.